ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനവിടെ നിന്ന് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് സവാള, കുറച്ച് വേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗോതമ്പ് പൊടിയിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ കുറവ് മതിയാവും. പിന്നെ 1 ടീസ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കുക. ബട്ടർ മെൽട്ടാക്കിയതാണ്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ച് നോക്കാം. ഞാനൊരു 250 ഒരു ഗ്ലാസ് ml ഒരു ഗ്ലാസ് പാൽ ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് പശുവും പാലാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സഡ് ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് അടിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ട് വേണം നമ്മൾ മാവ് കിട്ടാനായിട്ട്. നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റർ ഇല്ലെങ്കിൽ നമുക്ക് കൈ വെച്ച് തന്നെ ഒന്ന് ഉടച്ചെടുത്താലും മതിയാവും. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ ആക്കി വെച്ചേക്കുന്ന മാവ് ഒഴിച്ചൊന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ദോശ ചുട്ടെടുക്കാനായിട്ട്. നമുക്ക് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാനും ഫുള്ളായിട്ട് ചുട്ടെടുക്കാം. ഞാൻ ഫുള്ളായിട്ട് ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഫില്ലിങ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഞാനൊരു ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ ഇരിഞ്ഞ് വെച്ചേക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ ഇടാവുന്നതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലോട്ട് കറിവേപ്പിലയും നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടുകൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ ഉരുളക്കിഴങ്ങും ആവുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ സോസാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഇതും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക്
ഇതിൽ ഒരു സീലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി എടുക്കാം. മൈദപ്പൊടി നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലൊരു കുറച്ച് നല്ലൊരു ലൂസ് പരുവത്തിലാക്കി എടുക്കാം. ഇനി നമുക്ക് ചുട്ട് വെച്ചേക്കുന്ന ദോശ എടുക്കാം. ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചീസ് വേണം. അപ്പം ഞാൻ ചീസിൻ്റെ ഷീറ്റാണ് എടുത്തേക്കണത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മൈദപ്പൊടി കൊണ്ട് ആക്കി വെച്ചേക്കുന്ന സീലിങ് ഇതുപോലെ പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ദോശ കുറവ് മതിയെങ്കിൽ ഗോതമ്പ് പൊടി അതിനനുസരിച്ച് കുറച്ചെടുക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂട്ടിയെടുക്കാവുന്നതാണ്. അതിനനുസരിച്ച് മസാലയും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് മൈദപ്പൊടി ആയാലും ഉപയോഗിക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. പിന്നെ നമുക്കിത് കഴിക്കുമ്പോൾ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പാനിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ദോശയും മസാല ഒക്കെ വെന്തത് കൊണ്ട് നമുക്ക് പിന്നെ അധികം വേവിക്കാനുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി മറിച്ചിട്ടിട്ടൊന്ന് വേവിക്കാം. അപ്പം അധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.